Hi, Metro Matinee viewers. I am T.D. Tom. എന്തുകൊണ്ട് ദഫേദാർ കാണണം? അതിനൊരു 5 റീസൺസ് അല്ല എനിക്ക് പറയാനുള്ള, ഒരു 100 റീസൺസ് ഉണ്ട്. ഗോവിന്ദചാമി ചെയ്ത പോലുള്ള കുറ്റമൊന്നും സന്തോഷ് പണ്ഡിറ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ ലാലേട്ടൻ്റെയും മമ്മൂക്കയോടൊപ്പം ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു, അവരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ദഫേദാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സർജൻ പ്രൊട്ടക്ടർ, കളക്ടറുടെ കാവലാൾ എന്ന് പറയും. നമ്മൾ സാധാരണ ഇവരെ കണ്ടിട്ടുള്ളത് സിനിമകളിൽ ജപ്തി ചെയ്യാനൊക്കെ വരുമ്പോൾ ഈ ചെണ്ട കുട്ടുന്ന ആളുടെ കൂട്ടത്തിൽ ഒരു വൈറ്റ് ഡ്രസ്സ്, ഒരു റെഡ് ക്യാപ്പൊക്കെ വെച്ചിട്ട് ഒരാളുണ്ടാവും. കുറേ കാലഘട്ടങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ദഫേദാർ എന്ന തസ്തിക തന്നെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ശിരസ്തദാർ, തഹസിൽദാർ, ദഫേദാർ, ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ഒരു ക്രിയേഷനാണ്. പക്ഷെ അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ദഫേദാർ എന്ന് പറയുന്ന ഒരാൾ 65 വയസ്സുള്ള അയ്യപ്പൻ എന്നൊരു പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു ദഫേദാറിൻ്റെ കഥ ലോക സിനിമയിൽ തന്നെ വരുന്നത്. അതൊരു മഹത്തായ കാര്യമൊന്നുമല്ല, സാധാരണ മനുഷ്യർ തന്നെയാണ് ദഫേദാർമാർ. ഏറ്റവും കൂടുതൽ റവന്യൂ ലോസ്, കാരണം ഒരുപാട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഈ ജപ്തികൾക്കും അതുപോലെ തന്നെ ഈ ജപ്തി ചെയ്യാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ അവർ എന്തുകൊണ്ടാണ് ജപ്തി ചെയ്യുന്നത് ഇതെല്ലാം പഠിച്ചിട്ടായിരിക്കും അവർ സാധാരണ ഈ കാര്യത്തിന് പോകുന്നത്. അതുകൊണ്ട് റവന്യൂ ലോസ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് ദഫേദാർമാർ. യഥാർത്ഥത്തിൽ മണിച്ചേട്ടന് വിധിച്ചിരുന്ന കഥാപാത്രമായിരുന്നു, മണിച്ചേട്ടൻ കൊതിച്ചിരുന്നൊരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം എന്നിലേക്ക് എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ വിടപറയൽ കാരണമാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിക്കേണ്ട ഒരാളായിരുന്നു ഞാൻ. എന്നെ തേടി എത്തിയത് ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഒരുപാട് ഭയമുണ്ടായിരുന്നു ഈ ഒരു റോള്, കാരണം എൻ്റെ ഏജല്ല ഞാൻ പ്ലേ ചെയ്യുന്നത്. 65 വയസ്സുള്ള കഥാപാത്രമാണ് അത്. ഞാൻ എൻ്റെ പ്രായത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ ആ ഒരു ഭയം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഡയറക്ടറിൻ്റെ ജോൺസൺ എസ്തപ്പാൻ്റെ ഏറ്റവും വലിയ സഹകരണം കൊണ്ട് എനിക്ക് അത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ ക്യാരക്ടറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എപ്പോഴും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് എടുക്കും. പക്ഷേ ഇത് റെഫറൻസ് എടുക്കാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടറിൻ്റെ ഷെയ്ഡ് വരികയാണെങ്കിൽ ഇത് വേണുചേട്ടൻ ചെയ്തത്, അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ ചെയ്തത്, മമ്മൂക്ക ചെയ്തത്, ലാലേട്ടൻ ചെയ്തത്, അങ്ങനെ ഒരു പെട്ടെന്ന് കണക്റ്റഡ് ആവും. പക്ഷെ ഞാൻ എടുത്തത് 65 വയസ്സുള്ള കഥാപാത്രം എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവിനെ തന്നെയാണ്. ആ ഒരു രീതികളാണ് ഞാനിതിൽ പ്രയോഗിച്ചത്. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് എൻ്റെ ഒരു വണ്ണം കുറക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഒരു 1.5 മാസം കിട്ടിയപ്പോൾ ഡയറക്ടർ പറഞ്ഞപ്പോൾ ആ ഒരു സമയം ഞാൻ വിനിയോഗിച്ചു. മാക്സിമം 10 കിലോ കുറക്കണമെന്ന് പറഞ്ഞു. 13 കിലോ ഞാൻ കുറച്ചു. അത് പക്ഷേ ഈ ക്യാരക്ടർ വളരെയധികം ഉപകാരം ചെയ്തു. നഖം മുതൽ മുടി വരെ 65 വയസ്സുകാരനായെങ്കിൽ മാത്രമേ അതിനൊരു റിയാലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സാധാരണ മോക്കിങ് അല്ലെങ്കിൽ മിമിക്കിങ് ആയി പോകും. ഒരു നാച്ചുറൽ പ്രസൻസ് വേണമെങ്കിൽ എനിക്ക് VKP എന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശംസ കിട്ടിയത് ട്രailer വന്നതിന് ശേഷം ഒരു മെലോ ഡ്രാമ ഫീൽ ചെയ്തില്ല. വോയിസ് ഉൾപ്പെടെ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. ഇനി നിങ്ങൾ തീരുമാനിക്കുക. ഓരോ നടന്മാരോടൊപ്പം അഭിനയിക്കുമ്പോഴും ഓരോ അനുഭവങ്ങളാണ്. ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ ലാലേട്ടൻ്റെയും മമ്മൂക്കയോടൊപ്പം ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു, അവരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മമ്മൂക്കയോടൊപ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രാഞ്ചേട്ടനിലൊക്കെ അഭിനയിക്കുമ്പോൾ കൂടുതൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഡ്രൈവിംഗ് ആണ്, അഭിനയത്തേക്കാൾ കൂടുതൽ. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ആണ് ഇഷ്ടം. പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ദിവസം പുതിയ ടെക്നോളജിയെക്കുറിച്ച്. ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തമാശകളാണ്, ഓരോ നിമിഷം ഉണ്ടാകുന്ന തമാശകൾ പങ്കുവെക്കും. നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു ഹിമാലയത്തിൽ പോയ ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഊട്ടിയിലൊക്കെ പോയ ഒരു ക്ലൈമറ്റിലാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത്. അതുപോലെ പൃഥ്വിരാജിനോടൊപ്പം അഭിനയിക്കുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള നോളജാണ്, ക്യാമറ എന്താണ്, അതിൻ്റെ ലെൻസ് എന്താണ്, അങ്ങനെ സാധിക്കും. അതുപോലെ തന്നെ ദുൽഖറിനോടൊപ്പം അഭിനയിക്കുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനാണെന്നുള്ള തോന്നലേ നമുക്കുണ്ടാവില്ല. ഒരു ന്യൂ ഫേസ് എൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിനോടൊപ്പം. അതുപോലെ തന്നെ എല്ലാവരുടെ ഒപ്പം ഇന്ദ്രജിത്തിൻ്റെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചു, സുരേഷ് ഏട്ടൻ്റെ ഒപ്പം, ജയറാമേട്ടൻ്റെ ഒപ്പം, ഈ തലമുറയിലുള്ള ഒരു നിവിൻ പോളി ഒഴിച്ച് ബാക്കി എല്ലാവരുമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു ഭാഗ്യമാണ്. അവരിൽ നിന്നെല്ലാം ഓരോരോ പാഠപുസ്തകങ്ങളാണ്. അവരിൽ നിന്നും ഓരോന്ന് നല്ലത് ഒരുപാട് പഠിക്കാനുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു.
പ്രായമായ റോളുകൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്പിളിച്ചേട്ടൻ തന്നെയാണ്. അമ്പിളിച്ചേട്ടൻ വിസ്മയമാണ്, ഏത് വേഷം കൊടുത്താലും അറിയാം നാലുകല്ല് വീഴുള്ളൂ. അതുപോലെ തന്നെ മണിച്ചേട്ടനും ഈ ഏജ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഏജ് കറക്റ്റ് ഫീൽ ചെയ്യാറുണ്ട്, ഒരിക്കലും ഒരു മിമിക് ഫീൽ ചെയ്യാറില്ല. സലീം കുമാർ അവരൊക്കെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. സുരാജ് ആണെങ്കിൽ പോലും ഒരുപാട് പടങ്ങളിൽ പ്രായമായ വേഷങ്ങൾ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരെങ്കിലും മാറ്റി നിർത്താൻ പറ്റില്ല. പ്രത്യേകിച്ച് കോമഡി കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്ന് വന്നവർക്ക് ഏത് പ്രായവും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവർ തെളിയിച്ചു കഴിഞ്ഞു, ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും എന്നെ പോലുള്ള എന്ന് പറഞ്ഞാൽ കോമഡിയിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്ന് വന്നവർ ഫേസ് ചെയ്യുന്നത് ഒരു നായികയെ സിനിമയിൽ കൂടെ അഭിനയിക്കാനാണ്. കാരണം എല്ലാ നായികമാരും ആഗ്രഹിക്കുന്നത് ദുൽഖറിൻ്റെയും അതുപോലെ തന്നെ ഫഹദിൻ്റെയും നിവിൻ പോളിയുടെയൊക്കെ നായിക ആവാനാണ്. അപ്പോൾ അവർ ഫ്യൂച്ചർ നഷ്ടപ്പെടുമോ എന്ന് അവർ പേടിക്കും നമ്മുടെ കൂടെ അഭിനയിക്കാൻ. അത് സുരാജ് ഫേസ് ചെയ്തിട്ടുണ്ട്, സലീം കുമാർ ഫേസ് ചെയ്തിട്ടുണ്ട്, മുകേഷ് ഏട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും നല്ല നായികമാർ കിട്ടിയിട്ടുണ്ട്. എനിക്കും അതുപോലെ തന്നെ ആദ്യ ചിത്രത്തിൽ തന്നെ ഹൗസ്ഫുൾ എന്ന് പറയുന്ന ആദ്യ ചിത്രത്തിൽ തന്നെ ജ്യോതിർമയി ആയിരുന്നു ഹീറോയിനായിട്ട് വന്നത്. പിന്നെ പൊട്ടാസ് ബോംബ് എന്ന് പറയുന്ന പടത്തിൽ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ട് ഗവൺമെൻറ് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ടുള്ള വെയിലിലെ നായികയായ പ്രിയങ്ക നായരായിരുന്നു. പിന്നെ റിലീസാവാനിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ എന്ന ചിത്രത്തിൽ കനിഹയാണ് അഭിനയിച്ചത്. അപ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും വന്നിട്ടുള്ള നായിക മികച്ച നായികമാർ തന്നെയാണ്. അതുപോലെ തന്നെ മാളവിക നായർ അഭിനയിച്ച 2 സിനിമയിലും ബാലനടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു. എൻ്റെ പേരായിട്ടല്ല അഭിനയിക്കുന്നത്, എൻ്റെ മകളുടെ പ്രായത്തിലുള്ള ഹീറോയിനാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഈ പടത്തിൽ തന്നെ ഇളയരാജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്നെപ്പോലെ ഇത്രയും താഴെ നിൽക്കുന്ന ഒരാളുടെ പടത്തിന് മ്യൂസിക് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കാരണം സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള നായികമാർക്ക് ആരോടൊപ്പം അഭിനയിക്കാം. അതുകൊണ്ട് തന്നെ മാളവിക നായരെ കിട്ടിയത് ഈ ഒരു ചിത്രത്തിന് വളരെ വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഇനിയും പ്രൂവ് ചെയ്യേണ്ട നായികയാണ്. കാരണം ഫസ്റ്റ് എൻട്രിയാണ് മാളവിക നായർ. അപ്പോൾ ഒരുപാട് മലയാള സിനിമകൾക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു താരമായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഏതൊരു നടൻ്റെയും ഭാഗ്യമാണ് രാജാ സാറിൻ്റെ ഈരടികൾക്കൊപ്പം ഇളയരാജ എന്ന സംഗീത മാന്ത്രികൻ്റെ വരികൾക്കൊപ്പം പാടുക, അഭിനയിക്കുക എന്നുള്ളത്. അത് കൈവന്നത് എന്ത് ഭാഗ്യമാണെന്ന് എനിക്കറിയില്ല. എന്നാലും ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. റീ റെക്കോർഡിങ് കാണാൻ ഞാൻ മദ്രാസിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങളെ നേരിട്ട് കാണുന്നത് പോലെയല്ല സ്ക്രീനിൽ, കോംപ്ലിമെൻറ്റ്സ് തരുന്നതാണോ എന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. പിന്നെ പറഞ്ഞത്, നിങ്ങൾ അഭിനയിക്കുന്നതിൻ്റെ ഒരു പടി മുകളിലാണ് ഞാൻ സാധാരണ RR ചെയ്യാറ്. അപ്പം നിങ്ങൾ ചെയ്ത് വെച്ചതിന് RR അല്ല ഞാൻ ചെയ്തത്, ഒരു പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ളത്, അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ആദ്യം എനിക്ക് മനസ്സിലായില്ല ഒരു കോംപ്ലിമെൻ്റ് ആണോ എന്താണെന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ചത് അത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ അല്ല അദ്ദേഹത്തിൻ്റെ മാന്ത്രികതയിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അദ്ദേഹം എൻ്റെ ഫേസ് ഇങ്ങനെ സ്ക്രീനിൽ വരുമ്പോൾ കമ്പോസ് ചെയ്യുന്നത് കാണാൻ പറ്റിയത് ഈ ജന്മത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ നിമിഷങ്ങൾക്ക് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാം. നീരവ് യുവജനങ്ങളുടെ ഹരമാണ്, ടീനേജേഴ്സിൻ്റെയൊക്കെ സ്വപ്ന കാമുകനാണ്. അദ്ദേഹം ബോളിവുഡിൽ നിന്ന് വന്നിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് കത്തി നിൽക്കുന്ന വെയിലിൽ പാറക്കല്ലിൻ്റെ മുകളിൽ നിന്നിട്ട് ചെരുപ്പ് പോലും ഇടാതെ ഡാൻസ് ചെയ്യണം. പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നു വെയിലത്ത് തന്നെ നിന്ന് ഒന്നാമത് ആപ്പിൾ പോലെ ഇരിക്കുന്നൊരു ചെക്കനാണ്. പക്ഷേ അവന് ഇന്ന ഫുഡ് വേണം അതൊന്നുമില്ല, അവിടെ സാമ്പാറും ചോറും അത് മതി. അവൻ വെജിറ്റേറിയനും കൂടിയാണ്. അപ്പോൾ അത് തന്നെ മതി, അവിടെ നിന്ന് മാറി നിന്നിട്ട് അത് കഴിക്കുക, അവിടെ തന്നെ ഇരിക്കുക, വെയിലത്ത് തന്നെ ഇരിക്കുക. അവന് ഒരു അസിസ്റ്റന്റ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ നമ്മുടെ പിന്നാലെ വന്ന ആൾക്കാരിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലുള്ള പിള്ളേരെ നിന്ന് പഠിക്കണമെന്ന് തോന്നുന്നു. ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു മാതൃകയായിരിക്കും അത്. കാരണം ഒരു ഡിമാൻഡ്സും ഇല്ല. എന്താണ് ജോലി, പിറുപിറുക്കാതെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ എനിക്ക് കാണാൻ സാധിച്ചു. ഒന്നിനും ഒരു പരിഭവമില്ല, ഏറ്റ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ നീരവും എൻ്റെ മുന്നിൽ ഗുരുക്കന്മാരിൽ ഒരു ഗുരുവായിരിക്കും, കണ്ടുപഠിക്കാൻ പറ്റിയ ഒരു ഗുരു. ഈ ദഫേദാറിൻ്റെ സംവിധായകനെ കുറിച്ച് പറഞ്ഞാൽ ലോഹിത് ദാസ്, ഞാൻ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ സംവിധായകർ, കഥാകൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയിട്ടുന്ന ലോഹി സാറാണ്. എത്ര വെറൈറ്റീസ് ചെയ്തു. അദ്ദേഹത്തിനോടൊപ്പം 8 വർഷം സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇതിൻ്റെ സംവിധായകൻ. കരുമാടിക്കുട്ടൻ, വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും, അതുപോലെ ആകാശത്തിലെ പറവുകൾ, ഈ ചിത്രങ്ങൾക്കെല്ലാം തിരക്കഥ ഒരുക്കുകയും അതുപോലെ തന്നെ പൊന്മുടി പുഴയോരത്ത് എന്ന് പറയുന്ന കലാമൂല്യമുള്ള ചിത്രം സംവിധാനം ചെയ്ത ജോൺസൺ എസ്തപ്പാൻ.
ഏകദേശം ഒരു 5 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഒരുപാട് സിനിമാ രംഗത്തുള്ളവർ തന്നെ പറഞ്ഞു ഇത് ഒരു സിനിമയാക്കണം, ഈ സിനിമ ജനങ്ങളെ കാണിക്കണം എന്ന് പറഞ്ഞുള്ള ആ ഒരു സത്യസന്ധമായ ഒരു ശ്രമമാണ് അദ്ദേഹത്തിനെ ഈ സിനിമയിലേക്ക് എത്തിച്ചത്. ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ രാജാ സാറ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി എടുത്ത പെയിൻ അത് ഒരുപാടുണ്ട്. കാരണം 40 വർഷമായിട്ട് ഒരേ സ്റ്റുഡിയോയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പ്രസാദ് സ്റ്റുഡിയോയിൽ രാജാ സാർ. തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നുമൊക്കെ നോട്ടുകെട്ടുകൾ വരുമ്പോൾ അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളും കാശ് കൊടുക്കാതെയൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ആവശ്യപ്പെട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ അദ്ദേഹം ചെയ്യുകയും പക്ഷേ അതിന് ഒരു ക്വാളിറ്റിക്കും കുറവ് വരുത്താതെ ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ ഹെൽപ്പോടുകൂടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സംഗീതവും ചെയ്യാൻ അദ്ദേഹം എടുത്ത പെയിൻ, ഇതെല്ലാം ഞാൻ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലും ദൈവത്തിൻ്റെ കയ്യിലും. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു സന്തോഷ് പണ്ഡിറ്റിനെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ വിമർശിച്ചു എന്നുള്ളത്. ഞാൻ അവരോട് നേരിട്ട് തന്നെ പറഞ്ഞു, നമുക്ക് വിമർശിക്കാം, ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ ഒരിക്കലും വിധിക്കാൻ നമ്മൾ ആരുമല്ല. ഗോവിന്ദചാമി ചെയ്ത പോലുള്ള കുറ്റമൊന്നും സന്തോഷ് പണ്ഡിറ്റ് ചെയ്തിട്ടില്ല. ഒരു ക്രിമിനൽ അല്ല അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നു. അത് വേണ്ടാത്തവർ മാറ്റാം. നമുക്ക് എത്രയോ ചാനലുകൾ നമുക്കുണ്ട്, മാറ്റിയാൽ മതി. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ചീഞ്ഞ മുട്ട എറിയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ഈ ചീഞ്ഞ മുട്ട എറിഞ്ഞ പബ്ലിക് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കിടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മൂക്ക് വരെയാണ് സ്വാതന്ത്ര്യമുള്ളത്. നമ്മൾ അവരുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യത്തിലേക്കോ കടന്നു ചെല്ലാൻ പാടില്ല. ഒരിക്കലും ഒരാളെ വിമർശിക്കാം, പക്ഷെ വിധിക്കരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ദഫേദാർ കാണണം? അതിനൊരു 5 റീസൺസ് അല്ല എനിക്ക് പറയാനുള്ളത്, ഒരു 100 റീസൺസ് ഉണ്ട്. ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ നമ്മുടെ കാരണവന്മാർ കൊണ്ട വെയിലാണ് നമ്മുടെ തണൽ. അതായത് നമ്മുടെ കാരണവന്മാർ കൊണ്ട വെയിലാണ് മക്കളുടെ തണൽ, നിങ്ങൾ കൊള്ളുന്ന വെയിലാണ് നിങ്ങളുടെ മക്കളുടെ തണൽ. അപ്പോൾ അതിൽ തന്നെ അറിയാം ജനറേഷൻസിൻ്റെ മഹത്വം എന്താണെന്ന്. നമ്മൾ ആദ്യം കാരണവന്മാർ പറയുന്നത് ശ്രദ്ധിക്കില്ല, പക്ഷെ പിന്നീട് മനസ്സിലാക്കും അവർ പറഞ്ഞത് കാര്യമുണ്ട് എന്നുള്ളത്. ഇളയരാജ സാറ് ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ എൻ്റെ മകനോട് പറയാനുള്ള കഥയാണിത്. ഇത് ഞാൻ തന്നെ സംഗീതം ചെയ്യും. സംഗീതം മാത്രമല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഞാൻ തന്നെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഞാൻ തന്നെ ചെയ്യും. ഇങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് അതിനുവേണ്ടി ഒരുപാട് പെയിൻ എടുത്ത് ഒരുപാട് ദിവസങ്ങൾ ചെലവഴിച്ചു. 1008 സിനിമകൾ ചെയ്ത അദ്ദേഹത്തിന് ഈ സിനിമയെ ചെറുതായിട്ട് കാണാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. അതൊരു ഭാഗ്യമാണ്. അപ്പോൾ അതിൽ തന്നെ 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ രാജാ സാറ് അംഗീകരിച്ച സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൽ കഥയുണ്ട്. തൊണ്ട കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. തൊണ്ട കൊണ്ട് നുണ പറയാൻ പാടില്ല. അപ്പോൾ തൊണ്ടയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ കൊടുക്കുന്ന കാശ് തിയേറ്ററിൽ പോയി തന്നെ ഇത് കാണണം. കൊടുക്കുന്ന കാശ് ഒരിക്കലും നഷ്ടമാകില്ല. ഗോഡ് ബ്ലെസ്. ഹായ് മെട്രോ മാറ്റ്നി വ്യൂവേഴ്സ്, ഐ ആം ടി ടോം. എന്തുകൊണ്ട് ദഫേദാർ കാണണം? അതിനൊരു 5 റീസൺസ് അല്ല എനിക്ക് പറയാനുള്ളത്, ഒരു 100 റീസൺസ് ഉണ്ട്. ഗോവിന്ദചാമി ചെയ്ത പോലുള്ള കുറ്റമൊന്നും സന്തോഷ് പണ്ഡിറ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ ലാലേട്ടൻ്റെയും മമ്മൂക്കയോടൊപ്പം ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു, അവരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്.